കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനുണ്ട്. ഞാൻ ആക്ച്വലി പാർവതിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര കൂളായിട്ട് എല്ലാവരോടും, അതുകൊണ്ട് ഈ ഇന്റർവ്യൂവിലും ഞാൻ കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അവരൊക്കെ എന്നെ കളയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ലൈക്ക് ഭയങ്കര ചില്ലായിട്ട് സംസാരിച്ചു, അത്രേ ഉള്ളൂ. കംഫർട്ട് ആണ് എല്ലാം തോന്നി എൻ്റെ അടുത്ത് അപ്പൊ തന്നെ പറഞ്ഞോളണം, അതനുസരിച്ച് ഞാൻ ഡീൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇത് എത്ര നല്ല ദിൽഷയുടെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആ ബിഗ് ബോസിന്റെ ആ ഒരു മൊമെന്റോ അതൊക്കെ പിടിച്ച് നിൽക്കുമ്പോ എന്താ ആക്ച്വലി ആ ഒരു മൊമെന്റിലേക്ക് എത്തിയപ്പോ എന്തായിരുന്നു തോന്നി? ഞാൻ വീണ്ടും ആലോചിക്കാട്ടെ, ഞാൻ ആ ട്രോഫി പിടിച്ച് നിൽക്കുന്നത്. എനിക്ക് മനസ്സിൽ വന്നത് എയർപോർട്ടിലേക്ക് അതും പിടിച്ചോണ്ട് വരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നില്ല, അതുമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരാം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലേഡി വിന്നർ ആവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. കാരണം ഇനിയുള്ള ബിഗ് ബോസിലും പെൺകുട്ടികൾ വിൻ ചെയ്യാം, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ ഫസ്റ്റ് ലേഡി വിന്നർ എന്നുള്ളൊരു ടൈറ്റിൽ എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ അതിനിപ്പം ആര് വന്നു പോയാലും ആ ഒരു പേര് അവിടെ തന്നെ ഉണ്ടാവും, ചരിത്രം കുറിക്കുകയാണ് നമ്മൾ. പക്ഷെ അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിൻ ചെയ്യണം. കാരണം ആ വീട്ടില് 100 days നിൽക്കാന്ന് പറയുന്നത് ഒന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല, ഭയങ്കര ടഫാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും നമുക്ക്. അപ്പൊ 100 days നിൽക്കാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്, അതിലുപരി അതിൽ വിൻ ചെയ്യാന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക് ആണ്.